ഹലോ, ഒമേഗ ഷിപ്പിംഗ് ക്ലിയറിംഗിലെ സ്റ്റാഫ് അല്ലേ? അതെ സർ, ഞാൻ രാജു, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാ. ഐ ആം പ്രൊഫസർ വില്യം ഡിസൂസ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഞങ്ങൾ ഇതേ സാറിന്റെ ബംഗ്ലാവിന് മുമ്പിലെത്തി. ആരെയും കാണാതെ വിഷമിച്ച് നിൽക്കുക. സാർ ഒന്ന് ഇറങ്ങി വരുമോ? ഞാനിപ്പോ ബംഗ്ലാവിലില്ല, കുറച്ച് ദൂരെയാ, എത്താൻ ലേറ്റ് ആവും. അയ്യോ സർ, ഞങ്ങൾക്ക് ഇത് ഇറക്കി വെച്ചിട്ട് എറണാകുളത്ത് എത്താനുള്ളതാണ്. ലോറിക്കാരാണെങ്കിൽ ധൃതി കൂട്ടുക. അതിപ്പോ തൽക്കാലം അവരെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് പറഞ്ഞു വിട്ടിട്ട് രാജോടെ വെയിറ്റ് ചെയ്യും. ഹാ, അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും സാറേ? ബാലൻസ് എല്ലാം കൂടി 30,000 റുപ്പീസ് ആവും. എടോ ഇറക്കാൻ വരട്ടെ, ഇങ്ങനെ ആളൊരു തൊട്ടി കേസാ. എന്താ പറഞ്ഞേ? തൊട്ടിയെന്നോ? അല്ല സർ, ഞാനിവരോട് പെട്ടി പൊട്ടിക്കാതെ ഇറക്കണമെന്ന് പറഞ്ഞതാ. വെരി ഗുഡ്. എനിക്ക് വേണ്ടി രാജോടെ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ബില്ല് എമൗണ്ടിന്റെ കൂടെ എക്സ്ട്രാ 10,000 കൂടെ ഞാൻ തരാം. ഓക്കെ? എക്സ്ട്രാ 10,000 ഫോർ മീ? യെസ്. ഓ, എങ്കിൽ പിന്നെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു സർ. എടോ ഇറക്കിക്കോ, അങ്ങനെ തൊട്ടിയല്ല, സ്വർണ്ണ കട്ടിയാണ്. എന്താ ഇവിടെ സ്വർണ്ണക്കട്ടിയുടെ കാര്യമൊക്കെ പറയുന്നേ? അല്ല സർ, പെട്ടിയെല്ലാം സ്വർണം പോലെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞതാ. ഓക്കെ ഫൈൻ രാജു, താങ്ക് യു വെരി മച്ച്. ഓക്കെ സർ. അപ്പൊ സാറേ, ഞങ്ങൾ പെട്ടിയൊക്കെ ഇറക്കി വെച്ചിട്ട് പൊയ്ക്കോട്ടെ? ആ, നിങ്ങൾ പൊക്കോ, ഞാൻ ഇവിടുത്തെ സാറ് വന്നിട്ടേ വരുന്നുള്ളൂ. ദാ, ശരി. താങ്ക് യു സാർ. ഒന്ന് ബലത്തെ പിടിയടാ. സംഗതി വില്യം ഡിസൂസ് എന്നും പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പണി പറ്റിക്കുവോ ആവോ? വേഗം ആട്ട്. എനിക്ക് തെണ്ടിയ തന്നെ. ആ സർ. ആ രാജു, ബംഗ്ലാവിന്റെ വാതിൽ തുറന്നു കിടക്കുക, അകത്ത് കയറി ഇരുന്നോളൂ. ആ, സാർ ഇങ്ങനെ വാതിലും തുറന്നിട്ടിട്ട് പോയാ കള്ളന്മാർ കയറി പണി പറ്റിക്കും. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ. ആ, ഓക്കെ ഓക്കെ സർ. ആ റൈറ്റ്, പോട്ടെ പോട്ടെ. അപ്പൊ സാറേ, ഞങ്ങൾ പോകുന്നേ. ഓക്കെ ജോണേ. ആ പോട്ടെ പോട്ടെ. ആ പോട്ടെ. സമയം ഒരുപാടായി, എപ്പോഴാണ് അയാളൊന്ന് വരിക? അയ്യേ, അല്ലെങ്കിൽ ഒറ്റയ്ക്കാകുമ്പോ ഏത് സൗണ്ട് ഇട്ടാലും പേടിക്കും. എലിയായിരിക്കും. പഴഞ്ചൻ കസേരയാ, പേടിച്ചു പോയി. ആ, സാർ എത്തിയോ? ഗുഡ് ഈവനിങ് രാജു. ഗുഡ് ഈവനിങ് സർ. ഐ ആം പ്രൊഫസർ വില്യം ഡിസൂസ. സർ. ഹൗ ആർ യു? ഫൈൻ സർ. എന്തു പറ്റി? സാറിന്റെ കൈക്ക് ഭയങ്കര തണുപ്പ്. പുറത്തു നല്ല തണുപ്പല്ലേ? മാത്രമല്ല മഞ്ഞകാലം തുടങ്ങിയിരിക്കുന്നു. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ആ സർ. ഞാൻ രാജുവിനെ ബുദ്ധിമുട്ടിച്ചല്ലേ? ഇറ്റ്സ് ഓക്കെ സർ, ഇതൊക്കെ ഞങ്ങളുടെ ജോലിയല്ലേ. ദാ, ഈ പേപ്പറിൽ ഒന്ന് ഒപ്പിടണം. ഓ യെസ്. ദാ പേന. താങ്ക് യു സർ. വെൽക്കം. 30,000. ഉദ്ദേശിച്ച പോലെ തന്നെ പറ്റിച്ചു. പറഞ്ഞ പോലെ എക്സ്ട്രാ 10,000. താങ്ക് യു സർ. മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ, ഏതായാലും ഇതെനിക്ക് വലിയ സഹായമായി. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. സാറിനറിയാമോ, ഷിപ്പിംഗ് ക്ലിയറിംഗ് ഏജൻസിയിൽ ഒരു ജീവനക്കാരന് കിട്ടുന്ന ശമ്പളം 7,000 രൂപയാണ്. സംഗതി ഞാൻ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒക്കെയാ, പക്ഷെ ഒരു 10,000 രൂപ ഒരുമിച്ച് കൈ കിട്ടുന്നത് ഇപ്പോഴാണ്. അത് സാറിന്റെ വലിയ മനസ്സ്. താങ്ക് യു സോ മച്ച് സർ. മൈ പ്ലഷർ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ? അല്ല, ഇപ്പൊ ഈ രാത്രിയിൽ പോണോ? ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്. അതൊക്കെ ഞാൻ പോയിക്കോളാം, ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു ശീലമല്ല. ഓക്കെ രാജു, ആസ് യു വിഷ്. താങ്ക് യു സർ. ഇവിടെ ഇരുന്ന പെട്ടികളൊക്കെയോ സാർ? അതൊക്കെ ഞാൻ തകർത്ത് വെച്ചിടും. ആ, ഒറ്റയ്ക്കോ? ആ, വല്ല ഗുസ്തിക്കാരനും ആയിരിക്കും.
ഓ ഇന്ന് കണി കണ്ടവനെ തന്നെ എന്നും കാണണേ. അയാൾക്കെന്താ പട്ടിക വേഷമുണ്ടോ? അമ്മോ സാറേ, സാറേ, വില്യം ഡിസോ സാറേ, എന്റെ പൊന്നി സാറേ ഒന്ന് ഓടി വരണേ. സാറ് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ കടിച്ചു കയറും. അറിയില്ല നിനക്ക് തെണ്ടിയാണോ പണി ഉണ്ടത്? സാറേ രക്ഷിക്ക് സാറേ. Go back. Go back. അത് ശരി, അപ്പൊ ഈ പട്ടികൾക്ക് ഇംഗ്ലീഷേ അറിയൂ. സോറി. സാറ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം കട്ട പുകയായി പോയനെ. എന്റെ അമ്മോ, ഇതൊക്കെ സാറ് വളർന്ന പട്ടികളാ? വളർത്തുന്നതല്ലെങ്കിലും ഞാൻ പറഞ്ഞ കേൾക്കുന്ന പട്ടികളാ. അത് ശരി. ഇനിയിപ്പോ ഈ രാത്രി സാർ പോവാൻ പറഞ്ഞാൽ പോലും ഞാൻ പോലെ സാർ. പോവാൻ പറയല്ലേ സാർ, പ്ലീസ്. താൻ വാ, ആദ്യം വന്നൊന്ന് ഫ്രഷ് ആവും. ഡൈനിങ് റൂമിലേക്ക് വന്ന ഡിന്നർ കഴിക്കാം. താങ്ക് യു സാർ. ഓ ഞാനിപ്പോ പട്ടിക്ക് ഡിന്നർ ആയനെ സാർ. ഈ വീട്ടിൽ സാർ ഒറ്റയ്ക്കാ കഴിയുന്നത്? എന്താ ഇത്രയും വലിയ ബംഗ്ലാവ് ഉണ്ടപ്പോ താൻ പേടിച്ചു പോയോ? ഏയ് പ്ലീസ് കം. ആ മുറി പോയി തനിക്ക് ഫ്രഷ് ആവാം. വിദേശത്തൊക്കെ ജീവിച്ച ആളായതുകൊണ്ടായിരിക്കണം ഇത്ര ആതിഥ്യ മര്യാദ, സംസ്കാരം നിറഞ്ഞ പെരുമാറ്റം. സത്യം പറഞ്ഞ സാറിനെ നമിക്കണം. എന്റെ വിസിറ്റ് കാർഡ് തരാം. കേരളത്തിൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഞാൻ അപ്പോ ഓടിയെത്തും. തന്റെ എന്തോ താഴെ പോയി. ഫോട്ടോയാ? സർ ആള് കൊള്ളാമോ? എന്റെ പെണ്ണ മീന, MBBS കഴിഞ്ഞ് ഹൗസ് സർജനാ. എന്റെ അമ്മാവന്റെ മോള് തന്നെ. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പെൺകുട്ടി. യു ആർ വെരി ലക്കി. താങ്ക് യു. ലക്ക് പൂർണ്ണമാവണമെങ്കിൽ ഒരു ബെറ്റർ ജോബ് കിട്ടണം സർ. അതിനെ ഞാൻ ഇപ്പൊ ട്രൈ ചെയ്യും. പിന്നെ സർ എന്ത് പറ്റി സർ? കഴുത്ത് മുറിഞ്ഞിരിക്കുന്നു. ഓ ഇത് വെളി പട്ടിയിട്ട് ഓടിച്ചപ്പോ മുറിഞ്ഞതായിരിക്കും. സാരല്ല സർ, ഇറ്റ്സ് ഓക്കെ. ഞാനെന്താ പറഞ്ഞു വന്നത്? ജോബിന്റെ കാര്യം. ആ കല്യാണക്കാര്യം പറയുമ്പോഴൊക്കെ നിനക്ക് നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടുപോകും അമ്മാവൻ. ആ അമ്മാവനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, ആളൊരു പുലിയാ. ഈ കേരളം മുഴുവൻ അറിയുന്ന വലിയ തന്ത്രിയും മന്ത്രവാദിയും ഒക്കെയാ. സൂര്യമൂർത്തി മനയിലെ സൂര്യൻ തിരുമേനി എന്ന് പറഞ്ഞ കിടുങ്ങും. ആര്? പ്രേതങ്ങള്. രാജു എന്റെ കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എങ്ങോട്ടാ? വിദേശത്തേക്കാണോ? എന്താ വരുന്നോ? വരുന്നോന്നോ? എങ്കിൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. എത്ര നാളത്തിന്റെ സ്വപ്നം എന്നറിയോ സാറിന്? എങ്കിൽ പോയി ഫ്രഷ് ആയിട്ട് വാ. തൽക്കാലം ഡിന്നർ കഴിക്കാം. ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഒരു ബന്ധവുമില്ലാത്ത ഈ നാട്ടിലേക്ക് ഞാൻ എത്തിപ്പെട്ടതിന്റെ കാരണം ഇപ്പോഴാ മനസ്സിലായത്. എന്റെ രാജകുമാരി, ദ പ്രിൻസസ് ഓഫ് ട്രാൻസിൽവേനിയ. വീരയോദ്ധാവായിരുന്ന കിങ് ഡ്രാക്കുള യുദ്ധത്തിൽ മരണമടഞ്ഞെന്ന ശത്രുക്കളുടെ കുപ്രചരണം കേട്ട് ഡ്രാക്കുളയുടെ പ്രിയ സഖി പ്രിൻസസ് മീന അൾത്താരയ്ക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്തു. ആ വേദന സഹിക്കാനാവാതെ ഈശ്വരന് നേരെ വാളോങ്ങാൻ ഡ്രാക്കുള തയ്യാറായി. അതൊരു ദുരന്തത്തിന്റെ ആരംഭമായിരുന്നു. ഡ്രാക്കുള എന്ന വാമ്പയറിന്റെ ഉത്ഭവം.